കോർപ്പറേറ്റ് റെഗുലേഷൻസിൻ്റെ ഈ വീഡിയോക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോർപ്പറേറ്റ് വെയിൽ എന്താണെന്നുള്ളതും അത് ലിഫ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്നുള്ളതുമാണ്. വളരെ ചെറിയൊരു വീഡിയോ ആണിത്, എന്നിരുന്നാലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഏരിയയിൽ നിന്നും പലപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നത് നമ്മൾ കാണാറുണ്ട്. ഈ കഴിഞ്ഞ എക്സാമിന് 2020 4th സെമസ്റ്റർ എക്സാമിന് കോർപ്പറേറ്റ് വെയിലുമായി ബന്ധപ്പെട്ടതായിരുന്നു എസ്സേ വന്നിട്ടുണ്ടായിരുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി ഈ വീഡിയോ കാണാം. നിങ്ങളിതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോസിൻ്റെ എല്ലാ ലിങ്കുകളും ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നൽകിയിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ എൻഡ് സ്ക്രീനായിട്ട് ഞാൻ വീഡിയോസ് നൽകുന്നുണ്ട്. അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് പ്രീവിയസ് വീഡിയോസിലേക്ക് പോകാവുന്നതാണ്. ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് താഴെ കൊടുക്കുന്നത് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. എന്തൊക്കെയാണ് ഇതിനകത്ത് കോർപ്പറേറ്റ് വെയിൽ? കമ്പനി എന്താണ്, അതിൻ്റെ നേച്ചർ, ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ള നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞതാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളായിരുന്നു കമ്പനി എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ്, ഒരു ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ ആണ്. അതിന് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിന്, മെമ്പേഴ്സിൽ നിന്ന് വേറിട്ട് നിന്നുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിന്, അതിന് മറ്റുള്ളവർക്കെതിരെ കേസ് കൊടുക്കുന്നതിന്, കമ്പനിക്കെതിരെ മറ്റുള്ളവർക്ക് കേസ് കൊടുക്കുന്നതിനൊക്കെയുള്ള പ്രാപ്തി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ തരത്തിൽ ഒരു ജൂറിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂവിൽ കമ്പനി എന്ന് പറയുന്നത് ഒരു ലീഗൽ പേഴ്സൺ ആണ്. അതിൻ്റെ മെമ്പേഴ്സിൽ നിന്ന് വേറിട്ട് നിന്നുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് നിലനിൽക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു റെക്കഗ്നീഷനെ ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന നിലക്ക്, അതുപോലെ തന്നെ അതിൻ്റെ ലാബിലിറ്റീസിന്, അതിൻ്റെ പ്രവൃത്തികൾക്ക് അത് തന്നെ ലാബിളായിരിക്കും എന്നുള്ള രീതിയിൽ കമ്പനികൾ ആ ഒരു റെക്കഗ്നീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത്. The recognition of the company as a separate legal entity and liable for its own acts and liabilities is known as corporate veil. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ, ദ ഇഫക്റ്റ് ഓഫ് ദിസ് പ്രിൻസിപ്പിൾ ഈസ് ദാറ്റ് ദർ ഈസ് എ ഫിക്ഷണൽ വീൽ ബിറ്റ്വീൻ ദ കമ്പനി ആൻഡ് മെമ്പേഴ്സ്. ഈ ഒരു പ്രിൻസിപ്പിൾ കൊണ്ട്, ഈ കോർപ്പറേറ്റ് വീൽ എന്ന് പറയുന്ന ആ ഒരു തത്വം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്, കമ്പനിയുടെയും അതിൻ്റെ മെമ്പേഴ്സിൻ്റെയും ഇടയിൽ ഇതൊരു സാങ്കല്പികമായിട്ടുള്ളൊരു മറയുണ്ട്. ഒരു കോൺക്രീറ്റ് വാളല്ല അവിടെ ഉള്ളത്, ഒരു ഫിക്ഷണൽ വെയിൽ, ഒരു താൽക്കാലികമായിട്ടുള്ള അല്ലെങ്കിൽ സാങ്കല്പികമായിട്ടുള്ളൊരു മറയുണ്ട്. രണ്ടുപേരെയും വേർതിരിച്ച് നിർത്തുന്ന ഒരു തടസ്സം അതിന് മുമ്പിൽ, അതിൻ്റെ ഇടയിലുണ്ട് എന്നുള്ളതാണ് ഈ ഒരു വേർഡ് കൊണ്ട് അർത്ഥം. ഇത് കമ്പനിയുടെ പേഴ്സണാലിറ്റീനെയും ഷെയർ ഹോൾഡേഴ്സിൻ്റെ പേഴ്സണാലിറ്റീനെയും സെപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കമ്പനി ഉണ്ടാക്കുന്ന ഡെറ്റ്സ്, ഒബ്ലിഗേഷൻസ്, ഇതിനോടൊക്കെ തന്നെ ഷെയർ ഹോൾഡേഴ്സ് പേഴ്സണലി ലാബിൾ ആകുന്നതിൽ നിന്നും ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ഹോൾഡേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് എന്തുമാത്രം ഷെയർസാണ് ഹെൽഡ് ചെയ്തിരിക്കുന്നത്, അതിൽ അൺപെയ്ഡ് പോർഷൻ എത്രയാണോ അത്രയും എമൗണ്ടിന് മാത്രമേ അവർ ലേബിൾ ആവുള്ളൂ. ബാക്കി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിന് കമ്പനി മാത്രമായിരിക്കും ലേബിൾ ആവുന്നത്. ദിസ് സെപ്പറേറ്റ്സ് ദ പേഴ്സണാലിറ്റി ഓഫ് എ കമ്പനി ഫ്രം ദ പേഴ്സണാലിറ്റി ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് പ്രൊട്ടക്ട്സ് ദം ഫ്രം ബീങ് പേഴ്സണലി ലാബിൾ ഫോർ ദ ഫേംസ് ഡെറ്റ്സ് ആൻഡ് അതർ ഓബ്ലിഗേഷൻസ്. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു പ്രൊട്ടക്ഷൻ എപ്പോഴും നമുക്ക് ലഭിച്ചോളണം എന്നില്ല. ദിസ് പ്രൊട്ടക്ഷൻ ഹൗവർ ഈസ് നോട്ട് അയൺ ക്ലാഡ്. ഇത് എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം. ഒരു കമ്പനി എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, അതിന് സ്വന്തമായിട്ട് പ്രവർത്തിക്കാൻ കഴിയില്ല. അതൊരു ഹ്യൂമൻ ബീയിങ്സിലൂടെ മാത്രമാണ് പ്രവർത്തിക്കുന്നത് നമുക്കറിയാം. അത് കമ്പനിയുടെ ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ടീമിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ ഒരു ടീം ആ ഒരു കോർപ്പറേറ്റ് ലെജിസ്ലേഷനിലെ പ്രൊവിഷൻസ് അനുസരിച്ച് തന്നെയാണ് ആ കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്കിൽ മാത്രമാണ് ഈ പറയുന്ന രീതിയിൽ ഈ കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്ന ഒരു സംഭവം രണ്ടുപേരുടെയും ഇടയിൽ എക്സിസ്റ്റ് ചെയ്യുകയും കമ്പനി മാത്രം ലാബിളാകുകയും ചെയ്യുന്നത്. അല്ലാതെ ഈ പറയുന്ന ഡയറക്ടേഴ്സ് ഈ പ്രൊവിഷൻസിൽ നിന്നും ഒക്കെ വ്യതിചലിച്ചുകൊണ്ട് തെറ്റായിട്ടുള്ള രീതിയിൽ കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഈ പറയുന്ന ഒരു പ്രൊട്ടക്ഷൻ ഈ പറയുന്ന ആർക്കും ലഭിക്കുന്നതല്ല. അന്നേരത്തെ ഈ കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ എന്ത് ചെയ്യപ്പെടും, ലിഫ്റ്റ് ചെയ്യപ്പെടും. ആ ഒരു മറ അവിടുന്ന് മാറ്റപ്പെടും. കോടതിക്ക് ഉചിതമെന്ന് തോന്നുന്ന സന്ദർഭങ്ങളിൽ ഈ ഒരു കോർപ്പറേറ്റ് വെയിൽ നീക്കം ചെയ്യപ്പെട്ടേക്കാം. But this protection, however, is not ironclad. Where court determines, കോടതി തീരുമാനിക്കുകയാണ്, that a firm's business was not conducted in accordance with the provisions of corporate legislation, it may hold. അത് കോർപ്പറേറ്റ് ലെജിസ്ലേഷൻ്റെ പ്രൊവിഷൻസിനനുസരിച്ചല്ല ഒരു ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നതെന്ന് കോടതി തീരുമാനിക്കുകയാണെങ്കിൽ ഇറ്റ് മേ ഹോൾഡ് ദ ഷെയർ ഹോൾഡേഴ്സ് പേഴ്സണലി ലാബിൾ ഫോർ ദി ഫേംസ് ഒബ്ലിഗേഷൻ. അവിടെ ഷെയർ ഹോൾഡേഴ്സ് ഫേമിൻ്റെ ഒബ്ലിഗേഷൻസിന് ബാധ്യസ്ഥരായി തീരും, പേഴ്സണലി അവർ ലാബിളായി തീരും. അണ്ടർ ദ ലീഗൽ കോൺസെപ്റ്റ് ഓഫ് ലിഫ്റ്റിംഗ് കോർപ്പറേറ്റ് വെയിൽ. അവിടെ കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്ന ആ സംഭവം മറ അവിടെ നിന്ന് ലിഫ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പേഴ്സണലി ലാബിൾ ആവുമെന്നാണ് പറയുന്നത്. ലിഫ്റ്റിംഗ് ഓർ പിയേഴ്സിംഗ് ഓഫ് ദ കോർപ്പറേറ്റ് വെയിൽ. കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യുക, അത് മാറ്റി നിർത്തുക. ഓർ പിയേഴ്സിംഗ് മീൻസ് തകർക്കുക എന്നുള്ളതാണ്. അതെപ്പോഴൊക്കെയാണ് സംഭവിക്കുന്നത്, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും നോക്കാം.
The term lifting of corporate veil means looking behind the company as a legal person. ലീഗൽ പേഴ്സൺ എന്ന നിലക്കുള്ള കമ്പനിയുടെ പിറകിലേക്ക് ഒരു എത്തിനോട്ടം എന്ന് നമുക്കിതിനെ വേണമെങ്കിൽ അർത്ഥമാക്കാവുന്നതാണ്. എന്ന് വെച്ചാൽ ഡിസ്റിഗാർഡിങ് ദ കോർപ്പറേറ്റ് എൻറ്റിറ്റി ആൻഡ് പേയിങ് റിഗാർഡ് ടു ദ റിയാലിറ്റീസ് ബിഹൈൻഡ് ദ ലീഗൽ ഫെക്കേഡ്. ആ ഒരു കോർപ്പറേറ്റ് എൻറ്റിറ്റിയെ അവഗണിച്ചുകൊണ്ട് ആ ഒരു നിയമപരമായിട്ടുള്ള ആ ഒരു മുഖ ആവരണത്തിന് പിന്നിലുള്ള യാഥാർത്ഥ്യത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, അങ്ങനത്തെ ഒരു സ്ഥാപനം സംവിധാനം ഉണ്ടെന്നേ ഉള്ളൂ. അത് പ്രവർത്തിക്കുന്നത് അതിൻ്റെ പിന്നിലുള്ള ഡയറക്ടേഴ്സിൻ്റെയും മറ്റും ഒക്കെ തന്നെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ അവരിലേക്ക് ശ്രദ്ധ ഊന്നുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത്. മറ്റൊരു വാക്കിൽ പറയുകയാണെങ്കിൽ വേറെ ഫ്രോഡ്ലൻഡ് ആൻഡ് ഡിസോണസ്റ്റ് യൂസ് ഈസ് മെയ്ഡ് ഓഫ് ദി ലീഗൽ എൻറ്റിറ്റി, the individual concerned will not be allowed to take shelter behind the corporate personality. ഫ്രോഡ്ലൻ്റ് ആയിട്ട് ഡിസോണസ്റ്റ് ആയിട്ട് ഈ ഒരു ലീഗൽ എൻറ്റിറ്റിയെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട വ്യക്തികളെ എന്ത് ചെയ്യാൻ അനുവദിക്കുന്നതല്ല, ആ ഒരു കോർപ്പറേറ്റ് പേഴ്സണാലിറ്റിയുടെ പിന്നിലുള്ള ഷെൽട്ടറിലേക്ക് മാറാൻ അനുവദിക്കുന്നതല്ല. അതായത് അതിൽ നിന്നിൻ്റെ പ്രൊട്ടക്ഷൻ അവർക്ക് ലഭിക്കുന്നതല്ല, അതിൻ്റെ പിന്നിൽ ഒളിക്കാൻ അവർക്ക് സാധിക്കുന്നതല്ല. അവരാണ് തെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അവർ തന്നെ അതിന് ശിക്ഷാർഹരാകും എന്നുള്ളതാണ്, അവർ തന്നെ അതിന് ലാബിളാവും എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. In this regard, the court will break through the corporate shell and apply the principle of lifting or piercing through the corporate veil. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ, അതായത് ഇങ്ങനെ ഫ്രോഡുലൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കോർട്ട് ആ കോർപ്പറേറ്റ് ഷെൽ, ആ കോർപ്പറേറ്റ് എന്ന സംവിധാനം തകർക്കുകയും ഈ പറയുന്ന പ്രിൻസിപ്പിൾ നമ്മൾ ലിഫ്റ്റിംഗ് ഓർ പിയേഴ്സിങ് ത്രൂ ദി കോർപ്പറേറ്റ് വെയിൽ എന്നുള്ള പ്രിൻസിപ്പിൾ അവിടെ അപ്ലൈ ചെയ്യുകയും ചെയ്യും. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ ലയബിളാവുകയും ചെയ്യും എന്നുള്ളതാണ്. The various cases in which corporate veil have been lifted are as follows. ഈ കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യപ്പെടുന്ന വിവിധ സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും നമുക്ക് രണ്ട് സാഹചര്യമാണ് പറയാനുള്ളത്. അതിലൊന്ന് അണ്ടർ ജുഡീഷ്യൽ ഇൻ്റർപ്രിട്ടേഷൻ, കോടതി വ്യാഖ്യാനിക്കുന്നത് മൂലം, അതായത് കോടതി ഒരു ഡിസിഷൻ എടുക്കുന്നത് മൂലം ഈ കോർപ്പറേറ്റ് വെയിൽ മാറ്റുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത്. അതായത് ഒരു ഇഷ്യൂ ഉണ്ടായി, അത് കോടതിയുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞ് കോടതി അതിന്മേൽ തീർപ്പ് കൽപ്പിച്ച് കോടതി മാറ്റുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. മറ്റൊരു സിറ്റുവേഷനും കൊണ്ട് വഴിയെ പറയാം. ഇതിൻ്റെ അണ്ടറിൽ വരുന്നത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. There is a vast scope for the court to lift the corporate veil under judicial interpretation. ജുഡീഷ്യൽ ഇൻ്റർപ്രിട്ടേഷൻ്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യുന്നതിനുള്ള നല്ല സ്കോപ്പ് കോടതിക്കുണ്ട്. There are a number of cases in which court lift the corporate veil. കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. and few of them are mentioned here. പ്രൊട്ടക്ഷൻ ഓഫ് റവന്യൂ, നമ്മൾ ഗവൺമെൻറ്റിൻ്റെ റവന്യൂ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഗവൺമെൻറ് ഏത് രീതിയിലുള്ള റവന്യൂ വരുന്നത് ടാക്സിൻ്റെ രൂപത്തിലാണ്. അപ്പോൾ കമ്പനികൾ ടാക്സ് പേ ചെയ്യുന്നതിൽ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചു കഴിഞ്ഞാൽ അത്തരം സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട്, കോടതി ഈ കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യാറുണ്ട്. The court may ignore the corporate entity of a company where it is used for tax evasion. ടാക്സ് ഇവേഷന് വേണ്ടിയിട്ട് കമ്പനിയെ ഉപയോഗപ്പെടുന്ന സാഹചര്യത്തിൽ കമ്പനിയുടെ കോർപ്പറേറ്റ് എൻറ്റിറ്റി, ഈ പറയുന്ന ലീഗൽ പേഴ്സണാലിറ്റി എന്നുള്ള ഒരു മുഖച്ഛായ കോടതി ഇഗ്നോർ ചെയ്യും. അതിൻ്റെ ഡയറക്ടേഴ്സോ മാനേജേഴ്സോ ആരൊക്കെയാ ചെയ്യുമ്പോൾ അവരതിന് റെസ്പോൺസിബിൾ ആവും എന്നുള്ളതാണ്. അപ്പം അന്നേരത്തെ ഈ പറയുന്ന ഒരു മറ രണ്ട് ടീമിൻ്റെയും ഇടയിൽ ഉണ്ടാവില്ല, അവരൊറ്റൊരു ടീമായിട്ട് തന്നെയാണ് കരുതപ്പെടുക. ടാക്സ് പ്ലാനിങ് മേ ബി ലെജിറ്റിമേറ്റ് പ്രൊവൈഡഡ് ഇറ്റ് ഈസ് വിതിൻ ദ ഫ്രെയിംവർക്ക് ഓഫ് ലോ. നിയമ ചട്ടക്കൂടുകളിൽ നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എങ്കിൽ മാത്രമാണ് ടാക്സ് പ്ലാനിങ് എന്താണ്, ലെജിറ്റിമേറ്റ് ആണ്, നിയമാനുസൃതമാകുന്നത്. അതല്ലാത്ത പക്ഷം എന്തായി മാറും, ടാക്സ് ഇവേഷനായി മാറും. പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ് ഓർ ഇംപ്രോപ്പർ കണ്ടക്ട്, തെറ്റായിട്ടുള്ള പെരുമാറ്റ രീതികൾ, തെറ്റായിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വഞ്ചനാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ടും കോടതി എന്ത് ചെയ്യാറുണ്ട്, ഈ കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യുന്ന സംവിധാനം ഉപയോഗപ്പെടുത്താറുണ്ട്. The legal personality of a company may be disregarded in the interest of justice where the machinery of incorporation has been used to some fraudulent purpose like defrauding creditors or to avoid legal obligation. നിയമപരമായിട്ടുള്ള ബാധ്യതകൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്രെഡിറ്റേഴ്സിനെ വഞ്ചിക്കുക തുടങ്ങിയ ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന മെഷീനറി ഓഫ് ഇൻകോർപ്പറേഷന്, ഈ ഒരു സംഘടിത സംവിധാനത്തെ ഉപയോഗപ്പെടുത്തുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും കോടതി, ആ ഒരു കമ്പനിയുടെ ലീഗൽ പേഴ്സണാലിറ്റി ഡിസ്റിഗാർഡ് ചെയ്യും, അതിനെ അവഗണിക്കും. അങ്ങനെ ഒരു സെപ്പറേഷൻ അവിടെ പിന്നെ ഇല്ല. അതിൻ്റെ ഡയറക്ടേഴ്സോ ഷെയർ ഹോൾഡേഴ്സോ മെമ്പേഴ്സോ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് ലയബിളാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും എന്നാണ് പറയുന്നത്. അവിടെ കോടതി ഈ കോർപ്പറേറ്റ് വെയിൽ എടുത്തു മാറ്റും. ദെൻ ഡിറ്റർമിനേഷൻ ഓഫ് ദ എനിമി ക്യാരക്ടർ ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ എനിമി ക്യാരക്ടറിൻ്റെ ഡിറ്റർമിനേഷൻ നടന്നു കഴിഞ്ഞാലും
കോടതി ഇതുപോലെ കോർപ്പറേറ്റ് വീല് ലിഫ്റ്റ് ചെയ്യും. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ആരാണോ അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു എനിമി ക്യാരക്ടർ ഡിറ്റർമിൻ ചെയ്യുക. എ കമ്പനി മേ അസ്യൂം എനിമി ക്യാരക്ടർ വൺ പേഴ്സൺ ഇൻ ഡിഫാക്ടോ കൺട്രോൾ ഓഫ് ഇറ്റ്സ് അഫയേഴ്സ് ആർ റെസിഡൻറ്റ് ഇൻ ആൻ എനിമി കൺട്രി. ഒരു കമ്പനിക്ക് ഒരു എനിമി ക്യാരക്ടർ ഉണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നത് അതിൻ്റെ അഫയേഴ്സിൻ്റെ ഡിഫാക്ടോ കൺട്രോളുള്ള, അതായത് യഥാർത്ഥ ചുമതലയുള്ള വ്യക്തികൾ ആരൊക്കെയാണോ അവർ ഏതെങ്കിലും ഒരു എനിമി കൺട്രിയിൽ റെസിഡൻ്റ് ആയിരിക്കുമ്പോഴാണ്. അതായത് റെസിഡൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രാജ്യത്ത് സ്ഥിരതാമസക്കാരനാവുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളോട് എനിമിയായിട്ട് നിൽക്കുന്ന ഒരു കൺട്രിയിൽ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയുടെ പ്രധാനമായിട്ടും എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് എങ്കിൽ ആ ഒരു കമ്പനി ഒരു എനിമി ക്യാരക്ടറുള്ള കമ്പനിയാണ്. എ കമ്പനി മേ അസ്യൂം എനിമി ക്യാരക്ടർ വെൻ പേഴ്സൺ ഇൻ ഡിഫാക്ടോ കൺട്രോൾ, യഥാർത്ഥത്തിൽ കൺട്രോളുള്ള അതാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് ഇറ്റ്സ് അഫയേഴ്സ് ആർ റെസിഡൻറ്റ് ഇൻ ആൻ എനിമി കൺട്രി. ഇൻ സച്ച് എ കേസ് ദ കോർട്ട് മേ എക്സാമിൻ ദ ക്യാരക്ടർ ഓഫ് പേഴ്സൺ ഇൻ റിയൽ കൺട്രോൾ ഓഫ് ദ കമ്പനി. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എനിമി കൺട്രിയാണെന്ന് തോന്നുന്ന സാഹചര്യത്തിൽ കോർട്ട് എന്ത് ചെയ്യും, അതിലെ യഥാർത്ഥ കൺട്രോളുള്ള വ്യക്തികളുടെ ക്യാരക്ടർ എന്താണെന്നുള്ളത് എക്സാമിൻ ചെയ്യും. ആൻഡ് ഡിക്ലെയർ ദ കമ്പനി ടു ബി ആൻ എനിമി കമ്പനി. ആ ഒരു കമ്പനി എനിമി കമ്പനിയായിട്ട് ഡിക്ലെയർ ചെയ്യും. അന്നേരത്ത് പിന്നെ എന്തില്ല, കോർപ്പറേറ്റ് വെയിൽ അവിടെ ഇല്ല, അത് ലിഫ്റ്റ് ചെയ്യപ്പെടും. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എല്ലാറ്റിനും റെസ്പോൺസിബിൾ ആവുമെന്നാണ് പറയുന്നത്. ദെൻ വേർ ദ കമ്പനി ഈസ് എ ഷാം. ഷാം മീൻസ് കള്ളത്തരം, തട്ടിപ്പ് എന്നുള്ളതൊക്കെയാണ്. ഒരു എന്തെങ്കിലും ഒരു തട്ടിപ്പ് നടത്താൻ വേണ്ടി, ഒരു കള്ളത്തരം നടത്താൻ വേണ്ടി തന്നെ ഒരു കമ്പനി ഫോം ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് കോടതി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാലും അവിടെ എന്ത് ലിഫ്റ്റ് ചെയ്യപ്പെടും, കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യപ്പെടും. നേരത്തെ നമ്മൾ പറഞ്ഞു ഫ്രോഡുലൻ്റ് ആൻഡ് ഇംപ്രോപ്പർ കണ്ടക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ലിഫ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അവിടെ വെച്ച് കഴിഞ്ഞാൽ കമ്പനി യഥാർത്ഥത്തിൽ ശരിയായ ലീഗൽ പർപ്പസിന് വേണ്ടി തന്നെയാണ് ഫോം ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ബിസിനസ്സും അങ്ങനെ തന്നെയാണ്. പക്ഷേ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പിന്നെ കുറേ ഇംപ്രോപ്പർ ആയിട്ടുള്ള കണ്ടക്റ്റ് ഉണ്ടാവുക അല്ലെങ്കിൽ ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടുമ്പോൾ അത് മാറ്റപ്പെടും എന്നാണ് പറയുന്നത്. ഇവിടെ തുടക്കം തൊട്ട് തന്നെ ഉദ്ദേശം തന്നെ എന്താണ്, കള്ളത്തരം ചെയ്യുക എന്നുള്ളതാണ് കമ്പനി ഫോം ചെയ്യുമ്പോൾ തന്നെ. The court also lift the veil where the company has been formed for some fraudulent purpose or is a sham. ഒരു കമ്പനി ഒരു ഫ്രോഡുലൻ്റ് പർപ്പസിന് വേണ്ടി ഫോം ചെയ്യപ്പെട്ടതാണ് അല്ലെങ്കിൽ ഇതൊരു ഷാമാണെന്ന് ഒരു കോടതിക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ കമ്പനിയുടെ കോർപ്പറേറ്റ് വെയിൽ കോടതി ലിഫ്റ്റ് ചെയ്യും. അവിടെ എല്ലാവരും പിന്നെ എല്ലാ ആക്ടിവിറ്റീസിനും പേഴ്സണലി ലയബിൾ ആവുകയും ചെയ്യും എന്നാണ് പറയുന്നത്. ദെൻ കമ്പനി അവോയ്ഡിങ് ലീഗൽ ഒബ്ലിഗേഷൻ. എന്തെങ്കിലും ഒരു ലീഗൽ ഒബ്ലിഗേഷൻ, നിയമബാധ്യത ഒഴിവാക്കുക എന്നുള്ള പർപ്പസോട് കൂടിയിട്ടാണ് ഒരു കമ്പനി ഫോം ചെയ്ത് ഉപയോഗപ്പെടുത്തുന്നത് എങ്കിൽ അത് കോടതിക്ക് തെളിഞ്ഞു കഴിഞ്ഞത്, കോടതിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ കോടതി ഇതുപോലെ കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യുകയും എല്ലാവരും റെസ്പോൺസിബിൾ ആവുകയും ചെയ്യും. വേർ ദ യൂസ് ഓഫ് ആൻ ഇൻകോർപ്പറേറ്റ് കമ്പനി ഈസ് ബീങ് മെയ്ഡ് ടു അവോയ്ഡ് ലീഗൽ ഒബ്ലിഗേഷൻ. ലീഗൽ ഒബ്ലിഗേഷൻ ഒഴിവാക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നത് എങ്കിൽ ദ കോർട്ട് മേർ ഡിസ്റിഗാർഡ് ദ ലീഗൽ പേഴ്സണാലിറ്റി ഓഫ് ദ കമ്പനി. കോടതി എന്ത് ചെയ്യും, അതിൻ്റെ ആ ഒരു ലീഗൽ പേഴ്സണാലിറ്റി അങ്ങ് അവഗണിക്കും. അതായത് കമ്പനിക്ക് മാത്രമായിട്ട് ഒരു ലീഗൽ ഒബ്ലിഗേഷൻ ഉണ്ട് എന്നാണല്ലോ പറയുന്നത്, അത് കോടതി അങ്ങ് ഒഴിവാക്കും, എല്ലാവരും റെസ്പോൺസിബിളായി മാറും. അതിന് പ്രൊസീഡ് ഓൺ ദ അസംഷൻ ആസ് ഇഫ് ദ കമ്പനി എക്സിസ്റ്റൻറ്റ്. കമ്പനി നിലവിലുണ്ടെന്നുള്ള രീതിയിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കുന്നു മാത്രം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സും വൈയും ഒരു ഫേമിലെ പാർട്ട്നേഴ്സാണ്. അതായത് പാർട്ട്ണർഷിപ്പ് ബിസിനസ് നടത്തുന്നവരാണ് എക്സും വൈയും. അവരെന്ത് ചെയ്തു, അവരുടെ ബിസിനസ്സിന് സെഡിന് വിറ്റു. വെക്കുന്ന സമയത്ത് ഒരു കണ്ടീഷനും കൂടെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലത്തെ ഒരു ബിസിനസ് ഇനി അവർ ഏതാനും വർഷങ്ങളിൽ ഈ ഒരു സെഡിനോട് മത്സരിക്കുന്ന രീതിയിൽ ആ ചുറ്റുവട്ടത്തൊന്നും അവർ വെക്കില്ല എന്ന് പ്രത്യേകം അവർ കണ്ടീഷൻ വെച്ചിട്ടാണ് ഇത് വിറ്റിട്ടുള്ളത്. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഇവരെന്ത് ചെയ്തു, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തൊട്ടപ്പുറത്ത് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് അതിൽ അവരതിൻ്റെ പ്രിൻസിപ്പൽ ഷെയർ ഹോൾഡറും ഡയറക്ടറായിട്ടൊക്കെ ഇരുന്ന് ഇതുപോലത്തെ ബിസിനസ് തന്നെ തുടങ്ങി. സെഡിനോട് എന്താ പറഞ്ഞിട്ടുള്ളത്, ഇതുപോലത്തെ ഒരു ഫേം തുടങ്ങില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് പാർട്ണർഷിപ്പ് ഫേമായിട്ട് തുടങ്ങില്ല എന്ന് പറഞ്ഞു വെച്ചിരിക്കണം. പക്ഷേ അതേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഒരു കമ്പനിയായിട്ട് പുറത്ത് രൂപീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു കമ്പനിയായി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഒബ്ലിഗേഷൻ ഉണ്ടാവില്ല എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് അവരിതോടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ കോടതിക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ദ കോർട്ട് മേ റെസ്ട്രെയിൻ ദ കമ്പനി ഫോർ ക്യാരിയിങ് ഓൺ ദ ബിസിനസ് കോമ്പീറ്റിംഗ് വിത്ത് സെഡുമായിട്ട് മത്സരിക്കുന്ന രീതിയിലുള്ള ഈ ബിസിനസ് നടപ്പിൽ വരുത്തുന്നതിന് ആ കമ്പനി ആർക്ക് തടയാവുന്നതാണ്, കോടതിക്ക് തടയാവുന്നതാണ്. കാരണം അവിടെ എന്തിനു വേണ്ടി മാത്രമാണ് ആ കമ്പനി ഫോം ചെയ്തിരിക്കുന്നത്, ഒരു ലീഗൽ ഒബ്ലിഗേഷൻ ഒഴിവാക്കി കിട്ടുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് അവരത് കമ്പനിയായിട്ട് ഫോം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലും അതിൻ്റെ പിന്നിലുള്ള ആളുകൾ ആരാണോ അവർ റെസ്പോൺസിബിൾ ആയിരിക്കും.
ദെൻ കമ്പനി ആക്ടിങ് ആസ് ഏജൻറ്റ് ഓർ ട്രസ്റ്റി ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒരു ഏജൻ്റായിട്ട് ട്രസ്റ്റി ആയിട്ട് കമ്പനി പ്രവർത്തിക്കുകയാണെങ്കിൽ, ഒരു ഏജൻറ്റ് പ്രിൻസിപ്പളും തമ്മിലുള്ള ബന്ധം എന്താണ്? ഒരു ഏജൻറ്റ് പ്രിൻസിപ്പളിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. സോ ഏജൻറ്റ് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റി പ്രിൻസിപ്പൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ ആരാ ലാബിളാവുക? പ്രിൻസിപ്പളാണ് ലാബിളാവുക. അപ്പോൾ അതുപോലെയാണ് ഇവിടെയും ഒരു ഏജൻ്റായിട്ട്, ഒരു ട്രസ്റ്റി ആയിട്ട്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഏജൻ്റായിട്ട് കമ്പനി പ്രവർത്തിക്കുമ്പോൾ ഇവിടെ കമ്പനി ഏജൻറ്റും ഷെയർ ഹോൾഡേഴ്സ് പ്രിൻസിപ്പളുമാണ് ആവുന്നത്. ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടിയിട്ടാണ് കമ്പനി പ്രവർത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി ആർക്ക് തന്നെയാണ് ഉണ്ടാവുക? ഷെയർ ഹോൾഡേഴ്സിന് തന്നെയാണ് ഉണ്ടാവുക. അത്തരം സന്ദർഭങ്ങളിലും അവിടെ ഒരു കോർപ്പറേറ്റ് വേലില്ല, പിന്നിൽ നിൽക്കുന്ന ഷെയർ ഹോൾഡേഴ്സ് റെസ്പോൺസിബിൾ ആവും എന്നാണ് പറയുന്നത്. വേറെ കമ്പനീസ് ആക്ടിങ് ആസ് ഏജൻറ്റ് ഫോർ ഇറ്റ് ഷെയർ ഹോൾഡേഴ്സ്, ദ ഷെയർ ഹോൾഡേഴ്സ് വിൽ ബി ലാബിൾ ഫോർ ദി ആക്ട് ഓഫ് ദി കമ്പനി. കമ്പനി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ കമ്പനിയുടെ ആ പ്രവർത്തികൾക്ക് ഷെയർ ഹോൾഡർ തന്നെ ലാബിളാവും. കാരണം അവിടെ ഷെയർ ഹോൾഡർ പ്രിൻസിപ്പളാണ് എന്നതുകൊണ്ടാണ്. ഇറ്റ് ഈസ് എ ക്വസ്റ്റൻ ഓഫ് ഫാക്ട് ഇൻ ഈച്ച് കേസ് വെദർ ദ കമ്പനി ഈസ് ആക്ടിങ് ആസ് ഏജൻറ്റ് ഫോർ ഇറ്റ് ഷെയർ ഹോൾഡേഴ്സ്. ഇങ്ങനെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഏജൻ്റായി പ്രവർത്തിക്കുമ്പോഴൊക്കെ ഇതിങ്ങനെ തന്നെയാണ്. ഇൻ സച്ച് സിറ്റുവേഷൻ ദ വെയിൽ മേ ബി ലിഫ്റ്റഡ് ടു മേക്ക് ദീസ് പേഴ്സൺ ലാബിൾ ഫോർ ദ കമ്പനീസ് ആക്ട്. അപ്പോൾ കമ്പനിയുടെ പ്രവർത്തികൾക്ക് വേണ്ടിയിട്ട് ഇവർ ലാബിളാവുന്നതിന് വേണ്ടിയിട്ട് അവിടെ കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത് ആ ഒരു കോൺസെപ്റ്റ് അവിടെ ലിഫ്റ്റ് ചെയ്യപ്പെടുമെന്നാണ് പറയുന്നത്. അവോയ്ഡൻസ് ഓഫ് വെൽഫെയർ ലെജിസ്ലേഷൻ. Avoidance of welfare legislation is as common as avoidance of taxation. വെൽഫെയർ ലെജിസ്ലേഷൻസിൻ്റെ അവോയ്ഡൻസ്, എന്തെങ്കിലും ക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള നിയമങ്ങൾ, അതായത് എംപ്ലോയീസിൻ്റെ വെൽഫെയർ മെഷേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ കുറേ പ്രൊവിഷൻസ് ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അവോയ്ഡ് ചെയ്യുകയോ അത് പ്രോപ്പറായിട്ട് നടപ്പിൽ വരുത്താതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ഏതുപോലെ തന്നെയാണ് നമ്മൾ കൂട്ടുക? അവോയ്ഡൻസ് ഓഫ് ടാക്സേഷൻ പോലെ തന്നെയാണ് നമ്മൾ കൂട്ടുക. അതായത് ടാക്സ് അവോയ്ഡ് ചെയ്തു വരും എന്നല്ല പറഞ്ഞത്. ടാക്സ് അവോയ്ഡൻസിൻ്റെ ട്രീറ്റ്മെൻറ്റ് അങ്ങനെ നടന്നു കഴിഞ്ഞാൽ എന്താണോ പരിഹാരം കോടതി നിർദ്ദേശിക്കാറ് അതുപോലെ തന്നെയാണ് ഈ പറയുന്ന വെൽഫെയർ ലെജിസ്ലേഷനിൽ ഒരു അവോയ്ഡൻസ് ഉണ്ടാവുമ്പോഴും ഉണ്ടാവുക എന്നാണ് ഉദ്ദേശിച്ചത്. ആൻഡ് അപ്രോച്ച് ടു ദ കോർട്സ് ഇൻ കൺസിഡറിങ് പ്രോബ്ലംസ് അറൈസിങ് ഔട്ട് ഓഫ് സച്ച് അവോയ്ഡൻസ്. ഇത്തരം ഒരു അവോയ്ഡൻസ് മൂലം, ഈ ഒരു വെൽഫെയർ ലെജിസ്ലേഷൻ്റെ അവോയ്ഡൻസ് മൂലം ഉണ്ടാകുന്ന പ്രോബ്ലംസ് കൺസിഡർ ചെയ്യുന്ന കാര്യത്തിലുള്ള കോടതിയുടെ സമീപനം എന്ന് പറയുന്നത് ഈസ് ജനറലി സെയിം ആസ് അവോയ്ഡൻസ് ഓഫ് ടാക്സേഷൻ. ടാക്സ് അവോയ്ഡൻസ് ഉണ്ടാകുമ്പോൾ കോടതി എന്തെല്ലാം നടപടിക്രമങ്ങൾ എടുക്കുക അതുപോലെ തന്നെയാണ് വെൽഫെയർ ലെജിസ്ലേഷനിൽ ഒരു അവോയ്ഡൻസ് ഉണ്ടാകുമ്പോഴും കോടതിയുടെ നടപടിക്രമങ്ങൾ. അപ്പോൾ അന്നേരത്തെ കോർപ്പറേറ്റ് വേ ലിഫ്റ്റ് ചെയ്യുകയും എല്ലാവരും അവിടെ ലാബിളാവുകയും ചെയ്യും. ദെൻ പ്രൊട്ടക്റ്റിംഗ് പബ്ലിക് പോളിസി. The court invariably in the lift the corporate veil to protect the public policy and prevent transaction contrary to the public policy. അപ്പോൾ കോടതി പബ്ലിക് പോളിസിയെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ, അല്ലെങ്കിൽ പൊതുജന നയത്തിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു നടപടി കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഒന്നും നോക്കാണ്ട് കോടതി എന്ത് ചെയ്യും? കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ പൊതുജന നയം അല്ലെങ്കിൽ പൊതുജന താല്പര്യം സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് കമ്പനിയുടെ ഭാഗത്തു നിന്ന് മോശമായിട്ടുള്ള എന്ത് പ്രവർത്തനം ഉണ്ടായി കഴിഞ്ഞാലും അത് എന്നതെന്ന് പറഞ്ഞ് പ്രത്യേകം ലിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പൊതുജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യം എന്ത് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞാലും കോടതി കോർപ്പറേറ്റ് വെയിൽ. ദെൻ അണ്ടർ എക്സ്പ്രസ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ്, നമ്മൾ ഈ കോർപ്പറേറ്റ് വേയിൽ ലിഫ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പിയേഴ്സ് ചെയ്യുന്ന രണ്ട് സിറ്റുവേഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതിലൊന്ന് അണ്ടർ ജുഡീഷ്യൽ ഇൻ്റർപ്രിട്ടേഷൻ്റെ കേസസിൽ, അതിൻ്റെ അണ്ടറിൽ നമ്മൾ കുറേ ഐറ്റംസ് പറഞ്ഞു. രണ്ടാമത്താണ് അണ്ടർ എക്സ്പ്രസ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ്. നമ്മുടെ കമ്പനീസ് ആക്ട് 2013 ഒരുപാട് പ്രൊവിഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെ കോർപ്പറേറ്റ് വേയിൽ നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്ന ഒരുപാട് സിറ്റുവേഷൻസ് വരും. The veil of corporate personality may be lifted under express statutory provisions of Companies Act 2013. കോടതി ഇടപെടാൻ വരേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ കമ്പനീസ് ആക്ടിലെ കുറേ പ്രൊവിഷൻസിൻ്റെ അടിസ്ഥാനത്തിലും ഇത് ലിഫ്റ്റ് ചെയ്യപ്പെട്ടേക്കാം. അതിലൊന്ന് വരുന്നത് പണിഷ്മെൻറ്റ് ഫോർ ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനി ബൈ ഫർണിഷിംഗ് ഫോൾസ് ഇൻഫർമേഷൻ. തെറ്റായിട്ടുള്ള വിവരങ്ങൾ കൊടുത്തിട്ട് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ശിക്ഷ എന്നുള്ള നിലയ്ക്കാണ്. നമുക്കറിയാം, ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് ഡോക്യുമെൻസും മറ്റും രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ അടുത്ത് സമർപ്പിക്കണം. അവരതെല്ലാം വെരിഫൈ ചെയ്തിട്ട് അവരത് സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാലാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ തരിക. അപ്പോൾ അവിടെ അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ തെറ്റായിട്ടുള്ള വല്ല ഇൻഫർമേഷനും മറ്റൊക്കെ കൊടുത്തിട്ട് അവിടെ ഇൻകോർപ്പറേഷൻ നടത്തിയിട്ടുണ്ട്, അത് പിന്നീട് പ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കോർപ്പറേറ്റ് വേയിൽ ലിഫ്റ്റ് ചെയ്യപ്പെടും. നമുക്കറിയാം, കമ്പനി അല്ല അതൊന്നും കൊടുക്കുന്നത്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന പ്രൊമോട്ടേഴ്സും മറ്റുമൊക്കെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അവരതിന് ലാബിളാവുമെന്നാണ് പറയുന്നത്.
where a company has been got incorporated by furnishing any false or incorrect information or representation. എന്തെങ്കിലും തെറ്റായിട്ടുള്ള ഇൻകറക്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷനോ റെപ്രസെൻറ്റേഷനോ നടത്തിയിട്ട്, അല്ലെങ്കിൽ ഓർ ബൈ സപ്രസിങ് എനി മെറ്റീരിയൽ ഫാക്ട് ഓർ ഇൻഫോർമേഷൻ ഇൻ എനി ഓഫ് ദ ഡോക്യുമെൻ്റ് ഓർ ഡിക്ലറേഷൻ ഫയൽഡ് ഓർ മെയ്ഡ് ഫോർ ഇൻകോപ്പറേറ്റിംഗ് സച്ച് കമ്പനി. അല്ലെങ്കിൽ നമ്മൾ ഫയൽ ചെയ്യുന്ന ഡിക്ലറേഷനകത്ത് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ അല്ലെങ്കിൽ മെറ്റീരിയൽ ഫാക്ട്, ഒരു വസ്തുത, അതിനെ സപ്രസ് ചെയ്തിട്ട് അടിച്ചമർത്തിയിട്ട് മീൻസ് അത് ഒളിച്ചു വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ ഇല്ലാത്തൊരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫോൾസ് ആയിട്ട് ഇൻകറക്റ്റ് ആയിട്ട് റെപ്രസെൻറ്റേഷൻ നടത്തലാവാം. ഇതുപോലെ മെറ്റീരിയൽ ഫാക്ട് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ സപ്രസ് ചെയ്യലാവാം. അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരു കമ്പനി ഇൻകോപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് എങ്കിൽ the tribunal may on an application made to it pass an order for winding up of the company. ആ കമ്പനി ഡിസോൾവ് ചെയ്യുന്നതിന്, വൈൻഡ് അപ്പ് ചെയ്യുന്നതിന്, അവസാനിപ്പിക്കുന്നതിന് വരെ ഓർഡർ ആർക്ക് കൊടുക്കാവുന്നതാണ്? ട്രിബ്യൂണലിന് മേഡ് ചെയ്യാവുന്നതാണ്. ഫ്രോഡ്ലൻറ്റ് ആപ്ലിക്കേഷൻ ഫോർ റിമൂവൽ ഓഫ് നെയിം. കമ്പനിയുടെ പേര് മാറ്റാൻ വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ കൊടുക്കുക. അത് വെറുതെ ഒരു അല്ലെങ്കിൽ കമ്പനിയുടെ ഗുണത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല, അത് ഫ്രോഡ്ലൻറ്റ് പർപ്പസോട് കൂടിയിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ, where it is found that an application by a company has been made with the object of evading the liabilities of the company. കമ്പനിയുടെ ഏതെങ്കിലും ഒരു ലയബിലിറ്റീസിൽ ഒരു വെട്ടിപ്പ് നടത്തുക, അതായത് ലയബിലിറ്റി ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടോ, ഓർ വിത്ത് ദ ഇൻറ്റൻഷൻ ടു ഡിസീവ് ദ ക്രെഡിറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സിനെ പറ്റിക്കാൻ വേണ്ടിയിട്ടോ, ഒരു ഡീഫ്രോഡ് എനി അതർ പേഴ്സൺ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരാളെ വഞ്ചിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടോ അതിൻ്റെ നെയിം മാറ്റാൻ വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ കൊടുക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടാൽ, ദ പേഴ്സൺ ഇൻ ചാർജ് ഓഫ് ദ മാനേജ്മെൻറ്റ് ഓഫ് ദ കമ്പനി, ആ കമ്പനിയുടെ മാനേജ്മെൻറ്റിൻ്റെ ചാർജുള്ള വ്യക്തി, അത് പല പേരിൽ നമുക്ക് അറിയപ്പെടാം അല്ലേ, ഡയറക്ടർ എന്ന് പറയാം, സിഇ എന്ന് പറയാം, അങ്ങനെ എന്തായിക്കോട്ടെ, ആ ചാർജുള്ള വ്യക്തി ഷാൾ ബി ജോയിൻ്റ്ലി, ആ വ്യക്തികൾ ഒന്നിൽ കൂടുതൽ ആളുണ്ടെങ്കിൽ അവരെല്ലാം തന്നെ ജോയിൻ്റ്ലി ആൻഡ് സിവിയർലി ലാബിൾ ടു എനി പേഴ്സൺസ് who had incurred loss or damage as a result of company being notified as dissolved. കമ്പനി ഇങ്ങനെ ഡിസോൾവ്ഡ് ആയിട്ട് നോട്ടിഫൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്നതിൽ ഏത് വ്യക്തിക്കാണോ ഇത്തരത്തിൽ, അപ്പോൾ ഈ പറയുന്ന ക്രെഡിറ്റർ ആയിക്കോട്ടെ വേറുള്ളവരായിക്കോട്ടെ, ആർക്കാണോ നഷ്ടം അല്ലെങ്കിൽ ഡാമേജ് ഉണ്ടായിട്ടുള്ളത് അവരോട് പൂർണ്ണമായിട്ടും ആര് ലാബിളായിരിക്കും? ഈ കമ്പനിയുടെ മാനേജ്മെൻറ്റ് ഗ്രൂപ്പിൽ വരുന്നവർ ലാബിളായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അന്നേരത്ത് കമ്പനി വേറെ, മെമ്പേഴ്സ് വേറെ, കമ്പനിയാണ് എല്ലാത്തിനും ലാബിളാവുക അങ്ങനെയൊന്നുമില്ല. അവിടെ കോർപ്പറേറ്റ് വേയിൽ ലിഫ്റ്റ് ചെയ്യപ്പെടും. ചെയ്ത വ്യക്തികൾ ആരാണോ അവർ തന്നെ അവിടെ പേഴ്സണലി ലാബിളാവുമെന്നാണ് പറയുന്നത്. ദെൻ ലാബിലിറ്റി ഫോർ ഫ്രോഡ്ലൻറ്റ് കണ്ടക്ട് ഓഫ് ബിസിനസ്. തെറ്റായിട്ടുള്ള രീതിയിൽ വഞ്ചനാപരമായിട്ടുള്ള ബിസിനസ്സുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ തൊട്ട് മുമ്പത്ത് പറഞ്ഞത് അതിൻ്റെ പേര് മാറ്റുക, വഞ്ചനാപരമായിട്ട് കമ്പനിയുടെ പേര് മാറ്റുക എന്നുള്ളതാണ്. ഇവിടെ അത്തരത്തിൽ ബിസിനസ് നടത്തിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇഫ് ഇൻ ദ കോഴ്സ് ഓഫ് ദ വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി ഇറ്റ് അപ്പിയേഴ്സ് ദാറ്റ്, കമ്പനിയുടെ വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത്, കമ്പനിയുടെ പിരിച്ചുവിടലിൻ്റെ ഒക്കെ സമയത്ത് ഇതിൻ്റെ ഒഫീഷ്യൽ ലിക്വിഡേറ്റർ ഉണ്ടാവും, അല്ലെങ്കിൽ കമ്പനി ലിക്വിഡേറ്റർ ഉണ്ടാവും. അവർ ഐഡൻറ്റിഫൈ ചെയ്യണം കമ്പനി എന്തൊക്കെയോ ഫ്രോഡ്ലൻ്റ് ആയിട്ടുള്ള ബിസിനസ്സുകളൊക്കെ നടത്തിയിട്ടുണ്ട്, ക്രെഡിറ്റേഴ്സിനെയും മറ്റുമൊക്കെ വഞ്ചിക്കുന്ന രീതിയിലുള്ള കുറച്ച് ആക്ടിവിറ്റീസ് നടത്തിയിട്ടുണ്ടെന്ന് അവർ ഐഡൻറ്റിഫൈ ചെയ്യണം. ഈ പറയുന്ന ക്രെഡിറ്റേഴ്സ്, കോൺട്രിബ്യൂട്ടറീസോ അങ്ങനെ ആരുള്ള വെച്ചാൽ അവരുടെയൊക്കെ തന്നെ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇത് പരിശോധിക്കുകയും അത് ശരിയാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്യുന്ന പക്ഷം കമ്പനിയുടെ മാനേജർ ആരാണോ, കമ്പനിയുടെ ഓഫീസേഴ്സ് ആരാണോ, അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിലിരിക്കുന്ന, എന്ത് പേരിട്ട് വിളിക്കുന്നവരായിക്കോട്ടെ, ആ ഒരു പൊസിഷനിലിരിക്കുന്നവരാരാണോ അവർ ഈ പറയുന്ന കാര്യങ്ങൾ മൂലമുണ്ടാകുന്ന മുഴുവൻ ലയബിലിറ്റിക്കും അവർ ബാധ്യസ്ഥരായിരിക്കും. അതിന് ലിമിറ്റൊന്നുമില്ല. എത്രമാത്രം ലയബിലിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടോ, എന്തുമാത്രം ഡെപ്റ്റ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടോ അതിന് മുഴുവൻ ഈ പറയുന്ന മാനേജ്മെൻറ്റ് പൊസിഷനിലിരിക്കുന്ന വ്യക്തിയുടെ ലയബിലായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഈഫ് ഇൻ ദ കോഴ്സ് ഓഫ് ദ വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനിയുടെ വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത്, അത് ഡിസോൾവ് ചെയ്യുന്ന ഒരു സമയത്ത്, it appears that any business of the company has been carried on with the intent to defraud creditors of the company or any other person or for any fraudulent purpose. എന്തെങ്കിലും ഒരു ഫ്രോഡുലൻറ്റ് പർപ്പസോട് കൂടിയിട്ട് ഒരു ബിസിനസ് നടത്തിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിനെയോ അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് അല്ലാത്ത വേറെ ഏതെങ്കിലും വ്യക്തികളെയോ പറ്റിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടൊക്കെ എന്തെങ്കിലും ഒരു ബിസിനസ് കമ്പനി നടത്തിയതായിട്ട് തെളിഞ്ഞു കഴിഞ്ഞാൽ ദ ട്രിബ്യൂണലിന് എന്ത് ചെയ്യാവുന്നതാണ്? ഓൺ ദ അപ്ലിക്കേഷൻ ഓഫ് ദി ഒഫീഷ്യൽ ലിക്വിഡേറ്റർ. ഒരു ലിക്വിഡേഷൻ്റെ സമയത്ത്, കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ലിക്വിഡേറ്റേഴ്സ് ഉണ്ടായിരിക്കും അതിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒഫീഷ്യൽ ലിക്വിഡേറ്ററോ അല്ലെങ്കിൽ കമ്പനി ലിക്വിഡേറ്ററോ ഉണ്ടാകും. അവരുടെ അപ്ലിക്കേഷൻ പ്രകാരമോ
അവർ പറഞ്ഞതിൻ്റെ പ്രകാരമോ ഓർ എനി ക്രെഡിറ്റർ ഓർ കോൺട്രിബ്യൂട്ടറി ഓഫ് ദ കമ്പനി, അല്ലെങ്കിൽ ഈ രീതിയിൽ പറ്റിക്കപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു ക്രെഡിറ്ററോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തിയാണ് നമ്മൾ ഈ കോൺട്രിബ്യൂട്ടറി എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്, എന്തെങ്കിലും സംഭാവനയോ മറ്റൊക്കെ കമ്പനിക്ക് കൊടുത്തവർ, അവരൊക്കെ അപ്ലൈ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ട്രിബ്യൂണലിൽ എന്ത് ചെയ്യാവുന്നതാണ്, മേ ഇഫ് ഇറ്റ് തിങ്ക് ഇറ്റ് പ്രോപ്പർ, അത് ശരിയാണ്, ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടെന്ന് അവർക്ക് ശരിയാണെന്ന് തോന്നുന്ന പക്ഷം, ടു ഡിക്ലെയർ ദാറ്റ് എനി പേഴ്സൺ ഹു ഈസ് ഓർ ഹാസ് ബീൻ എ ഡയറക്ടർ, ഒരു ഡയറക്ടറായിട്ടുള്ള ഒരു മാനേജറായിട്ടുള്ള ഒരു ഓഫീസർ ഓഫ് ദ കമ്പനി, കമ്പനിയുടെ ഓഫീസറോ മാനേജറോ ഡയറക്ടറായിട്ടുള്ളവരോ, ഓർ എനി പേഴ്സൺ ഹൂ വേർ നോയിങ്ലി പാർട്ടീസ് ടു ദ ക്യാരിങ് ഓൺ ദി ബിസിനസ് ഇൻ ദ മാനർ എഫോർസെഡ്, ഈ മേൽപ്പറഞ്ഞ രീതിയിൽ മാനേജർ, ഡയറക്ടർ, ഓഫീസർ എന്നുള്ള രൂപത്തിലൊക്കെ ഈ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണോ അവർ എന്തായിരിക്കും, ഷാൾ ബി പേഴ്സണലി റെസ്പോൺസിബിൾ, അവരെല്ലാം പേഴ്സണലി ഈ പറയുന്ന തെറ്റിന് റെസ്പോൺസിബിൾ ആയിരിക്കും, വിത്തൗട്ട് എനി ലിമിറ്റേഷൻ ഓഫ് ദി ലാബിലിറ്റിയിൽ അവിടെ ഒരു ലിമിറ്റും ഇല്ല, എന്തുമാത്രം പ്രശ്നം ഉണ്ടാക്കിയിട്ട് അത്രത്തോളം അവർ ലാബിളായിരിക്കും, ഫോർ ഓൾ ഓർ എനി ഓഫ് ദ ഡെറ്റ് ഓർ അതർ ലാബിലിറ്റീസ് ഓഫ് ദ കമ്പനി ആസ് എ ട്രിബ്യൂണൽ മേ ഡയറക്ട്, ട്രിബ്യൂണൽ നിർദ്ദേശിക്കുന്ന പ്രകാരം ആ ഒരു കമ്പനിയുടെ മറ്റുള്ള ഡെറ്റ്സ് ലാബിലിറ്റീസ് ഒക്കെ എത്രയുണ്ടോ അത്രത്തോളം അവരിതിന് ലാബിളായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ കോർപ്പറേറ്റ് വെയിലിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ഏരിയയാണ്, ശ്രദ്ധയോടുകൂടി പഠിക്കുക. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഫോർമേഷൻ ഓഫ് എ കമ്പനി എന്താണെന്ന് പഠിക്കാം. പ്രൊമോഷൻ നമുക്ക് നിങ്ങൾ ജസ്റ്റ് കേട്ട കാര്യങ്ങളായിരിക്കും, അത് ഷെയർസ് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നിങ്ങൾക്കത് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം, നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് താഴെ കൊടുക്കുകയും വേണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.